മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി തകർച്ചയിലേക്ക്. ശരത് പവാറിന്റെ NCP ഇന്ത്യ സഖ്യം വിടുകയാണ്. NDAയ്ക്കൊപ്പമുള്ള അജിത് പവാറുമായുള്ള ലയനത്തിന് NCP നീക്കം ശക്തമാക്കിയിട്ടുണ്ട്. പൂനെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് NCPയുടെ പുതിയ ചുവടുമാറ്റം. മഹാരാഷ്ട്ര തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 207 മുനിസിപ്പൽ അധ്യക്ഷ സ്ഥാനങ്ങളുമായി BJP ശിവസേന NCP സഖ്യമായ മഹായുതിക്ക് വൻ വിജയമാണ് നേടിയത്. അതേസമയം പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡി 44 സീറ്റുകളിലേക്ക് ചുരുങ്ങി. കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജയം ഭരണകക്ഷിയായ മഹായുതിക്കൊപ്പമായതോടെ പ്രതിപക്ഷ സഖ്യത്തിലെ വിള്ളൽ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ മുന്നണിയിൽപ്പെട്ട കക്ഷികൾ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളോട് അതൃപ്തി വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങളാണ് മഹാരാഷ്ട്രയിലടക്കം കനത്ത തിരിച്ചടിക്ക് വഴിവെച്ചതെന്നാണ് NCP ശരത് പവാർ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. ഇനി മുന്നണിയിൽ പിടിച്ചു നിന്നാൽ പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടാകുമെന്നും ശരത് പവാർ വിഭാഗം വിലയിരുത്തുന്നു. ഇന്ത്യ സഖ്യത്തിൽ നിന്നും മാറി ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം ചേക്കേറാനാണ് നിലവിൽ NCP ശരത് പവാർ വിഭാഗത്തിന്റെ തീരുമാനം. NDAയ്ക്കൊപ്പമുള്ള അജിത് പവാർ NCPയുമായി ലയനത്തിന് നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ശരത് പവാർ വിഭാഗം. അജിത് പവാർ സംസ്ഥാന രാഷ്ട്രീയവും സുപ്രിയ സുലെ കേന്ദ്രത്തിലും പ്രവർത്തിക്കാൻ ധാരണയായതായാണ് വിവരം. കൂടാതെ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിലനിൽക്കുന്ന ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും കടുത്ത അതൃപ്തിയിലാണ്. ഇതോടെ മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി തകർച്ചയുടെ പടുകുഴിയിലേക്ക് പതിക്കുന്നു. ജനം, ഡൽഹി.